പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ അഭിമുഖം 24 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സ് തുറക്കുന്നു. CM സ്പീക്കിംഗ് ഇന്ന് രാവിലെ 10 മണിക്ക് 24 തത്സമയം. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരുന്ന അഭിമുഖത്തിലേക്ക് നിർണായകമായി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ ഇന്റർവ്യൂ നമ്മൾ സംപ്രേഷണം ചെയ്യുകയാണ്. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം മുഖ്യമന്ത്രിയുമായി തത്സമയം സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രചാരണ യാത്രയ്ക്ക് ശേഷം സ്വന്തം നാടായ പിണറായിൽ നിന്നാണ് അദ്ദേഹം 24-നൊപ്പം ചേരുന്നത്. അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. കാണാം നമുക്ക് CM സ്പീക്കിംഗ്. താങ്ക് യു SKN. മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തത്സമയ അഭിമുഖത്തിന് തയ്യാറായിരിക്കുന്നു. SKN ആണ് പിണറായിയെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. കേരളം ഉറ്റുനോക്കുന്നത് ഒരുപാട് ഉത്തരങ്ങൾക്കാണ്. ലോക മലയാളികൾ ഉറ്റുനോക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് അത്രമേൽ പ്രാധാന്യമുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ, ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, CPIM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ദേശീയ നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ളതും ഏറെ പ്രസക്തമാണ്. സ്വാഗതം ശ്രീ പിണറായി വിജയൻ. എന്താണ് ജോലി അറിയാന്ന് പറഞ്ഞ് നാളെ ഇറങ്ങാൻ പോകണോ? ആപ്പിൽ പ്രചരണമാണ്. എന്തിന് ഇടതുപക്ഷത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം UDF-ൻ്റെയും മറ്റ് ക്യാമ്പുകളുടെയും പ്രചരണം ഇവർ തുലോം അശക്തരാണല്ലോ എന്ന രീതിയിലുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? എന്തിനു വോട്ട് ചെയ്യണം? നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവമെടുത്താൽ അതിനുള്ള ഉത്തരമുണ്ട്. കാരണം ഈ 5 വർഷക്കാലമാണ് BJPക്കൊരു തുടർഭരണ അവസരം ലഭിച്ചത്. ആ തുടർഭരണ അവസരം അവർ തുടക്കം തന്നെ RSSൻ്റെ തീവ്ര ഹിന്ദുത്വ പരിപാടി നടപ്പാക്കുന്നതിനായിരുന്നു. അങ്ങനെ തീവ്ര RSSൻ്റെ പരിപാടിയാണ് സ്വതവേ നടപ്പാക്കുന്നത്. പക്ഷേ തീവ്ര ഹിന്ദുത്വ പരിപാടി നടപ്പാക്കുക എന്ന അജണ്ട ഈ 2ാം ഊഴത്തിലാണ് എടുത്തത്. അതിനോട് പ്രതികരിച്ച രീതി നമ്മുടെ രാജ്യം അതീവ ഉത്കണ്ഠയോടെ കാണുന്ന ഒന്നാണ്. നിങ്ങളെ ചോദ്യം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടത് എന്നാണല്ലോ. 2019 മെയ് മാസത്തിലാണ് 2ാം ഊഴം BJP ഗവൺമെൻറ് കിട്ടുന്നത്. ഡിസംബർ ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുപോകും. അതായിരുന്നു പൗരത്വ നിയമ ഭേദഗതി. ആ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യതലസ്ഥാനത്തും മറ്റും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. പക്ഷേ ആ പ്രക്ഷോഭത്തിലൊക്കെ ഇടതുപക്ഷ സാന്നിധ്യം നല്ല രീതിയിൽ പ്രകടമായിരുന്നു. അതെ, ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ഘട്ടത്തിൽ ജനുവരി ആയപ്പോൾ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ അടക്കം പേരുണ്ടായി. പക്ഷേ ഇവിടെയൊന്നും കോൺഗ്രസിനെ കണ്ടേയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസക്തിയാണല്ലോ നിങ്ങളെ ചോദ്യത്തിന് പിന്നിലുള്ളത്. അപ്പോൾ എവിടെയും കോൺഗ്രസിനെ കണ്ടില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യം നല്ല നിലക്ക് ഉയർന്നു വന്നു. ആകെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ മാത്രമായിരുന്നു. അതിവിടെ സ്വീകരിച്ച സമീപനം, എല്ലാവരെയും കൂട്ടി ഒന്നിച്ച് നിർത്താനുള്ള ശ്രമം, അതിൽ നിന്ന് അപ്പോൾ അവർ പിന്മാറിയില്ല, ഒന്നിച്ചു നിന്നു. ഒന്നിച്ച് കുറേ പരിപാടികൾ നടത്തി. പ്രതിഷേധ സംഗമം, സർവകക്ഷി യോഗം, നിയമസഭാ യോഗം, ഐകണ്ഠ്യ പ്രമേയം പാസാക്കൽ, എല്ലാം ഒന്നിച്ചാണ്. അതിനെല്ലാം ശേഷമാണ് ഞങ്ങൾ ഇനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം നടത്താൻ എന്താ കാരണം? സാധാരണ സർക്കാർ എന്തെങ്കിലും തെറ്റായ സമീപനം സ്വീകരിച്ചെങ്കിൽ അത് പറഞ്ഞിട്ടായിരിക്കും
ഈ പറഞ്ഞ പ്രഖ്യാപനം നടത്തുക. ഇതേവരെ അങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരു കാരണം മാത്രമേ ഉള്ളൂ, കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം രാജ്യത്ത് എവിടെയും ഇല്ലാത്ത നില നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല, നിങ്ങൾ പിൻവാങ്ങണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. അത് ഈ ക്യാമ്പയിനിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിച്ചതാണ്. അതിനാരും മറുപടി പറഞ്ഞിട്ടില്ല, കോൺഗ്രസിൻ്റെ ഒരു നേതാവും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വസ്തുതയാണെന്നർത്ഥം. ഇത് 4 വർഷം മുൻപുള്ള കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലെത്തിയപ്പോഴാണ് ആ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള ചട്ടം കൊണ്ടുവന്നത്. ചട്ടത്തിൻ്റെ കാര്യത്തിലും കോൺഗ്രസിന് അഭിപ്രായമില്ല. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ടൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഇത് സംഘപരിവാർ അജണ്ടയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അവരത് പറയാറുണ്ട്. അതെ, മതനിരപേക്ഷതയാണല്ലോ വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്നത്. അത്തരമൊരു കാര്യത്തിൽ കോൺഗ്രസിന് അഭിപ്രായമില്ല. കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ രാത്രി ആലോചിച്ച് പറയാമെന്നാണ് പരിഹാസ രൂപേണയുള്ള മറുപടി. ഈ യാത്ര നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഭാരത് ചോഡോ യാത്രയിലാണ് അദ്ദേഹം ലോകത്തുള്ള എല്ലാ കാര്യത്തെയും പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് മാത്രമില്ല. അപ്പോൾ എന്താണ് അങ്ങനെ വരാൻ കാരണം? അതൊരു ഭാഗം. തെരഞ്ഞെടുപ്പ് അടുത്തു. തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഭാവികമായും പ്രകടന പത്രിക പുറത്തിറക്കി. ഞങ്ങൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അർത്ഥശങ്കക്കിടയില്ലാതെ ഇത് ഈ നിയമ ഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും എന്ന് തർപ്പിച്ച് പറഞ്ഞു. 2 പ്രകടന പത്രിക. അതെ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇറങ്ങി, ഒരു ഭാഗവും പരാമർശിച്ചില്ല. അതെന്തുകൊണ്ടാണ് പരാമർശിക്കാതിരുന്നത്? പരാമർശിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അത് പ്രകടന പത്രിക വായിക്കാത്തത് കൊണ്ടും ആ പേജ് വായിക്കാത്തത് കൊണ്ടും ഇന്ന ഖണ്ഡിക വായിക്കാത്തത് കൊണ്ടുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തിരിച്ചാക്ഷേപം ഉന്നയിക്കുന്ന നിലയിട്ടായി. വായിക്കാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു, അങ്ങേക്ക് അതിന്റെ ഭാഗം അയച്ചു തന്നു എന്നൊക്കെ അവകാശപ്പെട്ടാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏതായാലും അദ്ദേഹം അയച്ചത് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇതൊന്നും ഒരു രഹസ്യമല്ലല്ലോ, പ്രകടന പത്രിക പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ആ ദിവസം ഞാൻ പത്രക്കാരെ കണ്ടത് പ്രകടന പത്രികയുമായിട്ടായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രകടനം. അതിൻ്റെ പേജ് എടുത്തു, ഈ പറഞ്ഞ ഖണ്ഡിക എടുത്തു. എവിടെയും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കുപോലും ഇല്ല. എന്താണ് കോൺഗ്രസ്സിന് വിഷമം? അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ചുമതലയുള്ള, ഇവിടുത്തെ KPCC പ്രസിഡൻറ്റിൻ്റെ ചുമതലയുള്ള UDF കൺവീനർ പരസ്യമായി പറഞ്ഞു പിന്നെ ഒരു ഘട്ടത്തിൽ, ഇത് ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അത് അങ്ങനെ ഒരു ന്യായം പറഞ്ഞാൽ ശരി. പക്ഷേ മനസ്സില്ല എന്ന് പറയുമ്പോൾ ഏത് മനസ്സാണ് ഇല്ലാതായത്? എന്താണ് പ്രശ്നം? ഇല്ലാതാകുന്നത് മതനിരപേക്ഷ മനസ്സാണ്, ചേരുന്നത് സംഘപരിവാർ മനസ്സിനോടാണ്. ഇതാണ് നാം കാണേണ്ടത്. നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ കുടുംബത്തിനും തനിക്കും ഈ മണ്ണിൽ കഴിയാൻ പറ്റുമോ എന്ന് ആശങ്കപ്പെടുന്ന നിലയാണുള്ളത്. അവരുടെ അടുത്ത് നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം എത്തിക്കലാണ് നമ്മുടെ നാട്ടിൽ നടന്ന പ്രക്ഷോഭങ്ങൾ. കേരളത്തിലെ LDF ഗവൺമെൻറ് ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയത്. നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ 4 വർഷം മുൻപ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDF തീർത്ത മനുഷ്യച്ചങ്ങല ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകലാണ്. എന്താണ് കോൺഗ്രസ്സിന് അതുമായിട്ടൊന്ന് അത്തരത്തിലൊരു നിലപാടെടുക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് സംഘപരിവാർ മനസ്സിനോടൊപ്പം നിൽക്കുന്നത്? ഇതാണ് ഒരു ഭാഗം. ഇവിടെ തന്നെ നാം കാണേണ്ടത് BJP സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എടുത്ത 2ാമത്തെ പ്രശ്നമുണ്ട്. ഈ ഭരണഘടന വന്നപ്പോൾ തന്നെ, നമ്മൾ അംഗീകരിച്ചപ്പോൾ തന്നെ അതിനെതിരെ നിലപാടെടുത്തിയ ഒരു വിഭാഗമാണ് RSS. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അതിൽ ഒന്ന് മതനിരപേക്ഷതയായിരുന്നു, മറ്റൊന്ന് ജമ്മു കാശ്മീരിന് അനുവദിച്ച പ്രത്യേക പദവിയായിരുന്നു. അത് റദ്ദ് ചെയ്യണം, 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം എന്നവർ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നതാണ്. ആ RSS അജണ്ട നടപ്പാക്കാൻ പുറപ്പെട്ടതും
ഈ രണ്ടാം അവർ ഊഴത്തിൽ. നടപ്പിലാക്കി കഴിഞ്ഞു വളരെ. അതെ, ഈ രണ്ടാം ഊഴത്തിലാണ്. അപ്പോൾ അത് ആഭ്യന്തരമന്ത്രി ഒരു ദിവസം ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ്. സാധാരണ ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കണം ഇത്തരം ഒരു കാര്യത്തിന്. ഒന്നുമില്ലാതെ ഒരു ദിവസം എഴുന്നേറ്റ് പെട്ടെന്ന് ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ പ്രത്യേക പദവി 370 വകുപ്പ് റദ്ദ് ചെയ്യുന്നു. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദാക്കുന്നു. ജമ്മു കാശ്മീരിനെ തന്നെ കഷ്ണങ്ങളായി വിഭജിക്കുന്നു. ഇത്രയും വന്നപ്പോൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം അതിൽ പ്രതിഷേധിക്കാൻ രംഗത്ത് വന്നു. രാജ്യത്ത് ശക്തമായ പ്രതിഷേധം ഉയർന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ശബ്ദം ആ രീതിയിൽ ഉയർന്നോ? സാങ്കേതികമായി എതിർത്തു എന്നുള്ളതല്ല പ്രശ്നം. ഈ കനത്ത പ്രതിഷേധം ഉയരുകയാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും കോൺഗ്രസിൻ്റെ ശബ്ദം ആ രീതിയിൽ ഉയരുന്നത് കണ്ടില്ല. ഉണ്ടായ ആക്ഷേപം കോൺഗ്രസ്സിലെ പലരും BJPയെ രഹസ്യമായി അഭിനന്ദിച്ചു എന്നാണ് ഇക്കാര്യത്തിൽ. ഒരാളുടെ കാര്യമെങ്കിലും രഹസ്യമല്ല. അത് രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ്, അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല ഈ BJP ചെയ്ത ഈ നല്ല കാര്യം. അപ്പോൾ ആവേശഭരിതനായി അദ്ദേഹം കോൺഗ്രസ് വിട്ടു, BJPയിൽ ചെന്നു. BJP അദ്ദേഹത്തെ സ്വീകരിച്ച് നേരെ രാജ്യസഭാംഗത്വം കൊടുത്തു. BJPയുടെ MP ആണ് വീണ്ടും രാജ്യസഭയിലേക്ക് അയച്ചു. ഇത്തരത്തിലുള്ള എത്ര സംഘപരിവാർ മനസ്സുകാർ കോൺഗ്രസിനോട്. CM ഞാനൊന്ന് ഇടപെടുകയാണ്. ഇത് കുറെ കാലമായിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്, ഇത് ഒരു മാറ്റമാണ് CM കാണുന്നത്. കാരണം CM വളരെ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത്. ഈ മാറ്റം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അല്ലെ കോൺഗ്രസിൽ എന്താണ് ഈ മാറ്റം ഉണ്ടായത്? അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ ഇതിൽ? കോൺഗ്രസിൻ്റെ മാറ്റം ക്രമാനുഗതമായി വന്നതാണ്. നേരത്തെ തന്നെ കോൺഗ്രസ്സിൽ ഇത്തരം ചിന്താഗതിക്കാരുണ്ട്. പക്ഷേ ആ ചിന്താഗതിക്കാരായിരുന്നില്ല മേധാവിത്വം വഹിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവൊക്കെ നേതൃതലത്തിലിരിക്കുമ്പോൾ ആ മതനിരപേക്ഷതയുടെ ചിന്താഗതിക്കാണ് ഏറ്റവും ശക്തമായിട്ട് സ്വാധീനം ഉണ്ടായത്. മാത്രമല്ല മറ്റ് വാദഗതികളെ നഖശികാന്തം എതിർക്കുന്ന നിലയിൽ സ്വീകരിച്ചു. മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നും അന്നത്തെ കാലം കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചില്ല. എന്നാൽ കോൺഗ്രസിനകത്ത് അപ്പോഴും ഈ അഭിപ്രായം ശക്തമായിട്ടുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ വന്ന് നരസിംഹറാവുവിൻ്റെ കാലമായപ്പോൾ പ്രത്യക്ഷത്തിലായി. നരസിംഹറാവു തന്നെ സ്വീകരിക്കുന്ന നിലപാടുകൾ കോൺഗ്രസിൻ്റെ പരമ്പരാഗത നിലപാടിന് തീർത്തും വിരുദ്ധമായ ഒന്നായി. അവിടെയാണ് കോൺഗ്രസിന് വലിയ മാറ്റം സംഭവിച്ചു. ഇപ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരത്തിൽ ബാക്കി നിൽക്കുന്നത് ഇത്തരം ഒരു പൊളിറ്റിക്കൽ സെനോരിയോ ദേശീയ തലത്തിലുണ്ട്. പക്ഷേ ഈ ദേശീയ തലത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്താൽ ഇതെല്ലാം സംരക്ഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി, എഷ്വറൻസ് എത്രമാത്രമാണ് എന്നുള്ളത്. കാരണം ഒരു തുലോം ന്യൂനപക്ഷമായി പോകില്ലേ എന്നുള്ളൊരു ആശങ്ക വോട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാകില്ലേ? അത് നമ്മൾ 2004 തെരഞ്ഞെടുപ്പാണ് നോക്കേണ്ടത്. 2004 വാജ്പേയിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ്റായിരുന്നു BJPക്ക്. ആ ഗവൺമെൻറ് രണ്ടാം ഊഴം ചോദിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഷൈനിങ് ഇന്ത്യ എന്ന അതെ. ആ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രതീക്ഷയിലായിരുന്നു വാജ്പേയി ഉണ്ടായിരുന്നു. പക്ഷേ രാജ്യം ജനങ്ങൾ കണ്ടത് രണ്ടാം ഊഴം വലിയ അപകടം രാജ്യത്തിന് ചെയ്യുമെന്നാണ്. അതിൻ്റെ ഭാഗമായി BJPക്ക് ഭൂരിപക്ഷം നൽകിയില്ല. അപ്പോൾ ജനാഭിലാഷം മാനിച്ചാണ് അന്ന് ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് പിന്തുണ കൊടുക്കുന്നത്. അതെ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സാഹചര്യം വെച്ചാൽ ആ ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഇടതുപക്ഷ പിന്തുണയുണ്ടായതുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ നയങ്ങളും നടപ്പാക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ്റായി മാറി. കാരണം പലതിലും ഇടതുപക്ഷം അത് പറ്റില്ല എന്ന നിലപാട്, അങ്ങനെ നിലപാടെടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ നടപ്പാക്കാൻ ആഗ്രഹിച്ച ഒന്നായിരുന്നു ആസിയാൻ കരാർ ഒപ്പിടൽ. വാജ്പേയി തുടക്കം കുറിച്ചതാണ്. ഇവർക്കത് നടപ്പാക്കണമെന്നുണ്ടായിരുന്നു. അത് പാടില്ല എന്ന നിലപാടിൽ ഇടതുപക്ഷം എടുത്തു. അപ്പോൾ അത് നടപ്പാക്കിയില്ല. ആ കരാർ ഒപ്പിട്ടില്ല, അന്നേരം ഒപ്പിട്ടില്ല. നമ്മുടെ ലോകത്ത് ആ ഘട്ടത്തിൽ ഒരുപാട് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബാങ്കിങ് മേഖലയിലും ധനകാര്യ മേഖലയിലുമാണ് നടന്നത്. ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങൾ. അതിൻ്റെ ഭാഗമായി ഇവിടെ അത് നടപ്പാക്കണം
എന്ന് കോൺഗ്രസ്സിന് നിർബന്ധമുണ്ടായി. അപ്പോൾ അത് ഗുണമല്ല ചെയ്യുക, അത് ആവശ്യമില്ല നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. പക്ഷേ അതിൻ്റെ ഗുണം നമ്മുടെ രാജ്യത്തിന് കിട്ടി. അതായത് ലോകത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ ബാങ്കിങ് സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും തകർന്നു പോയി. നമ്മുടെ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. കാരണം ഈ പരിഷ്കാരം നടപ്പാക്കത്തിൻ്റെ ഭാഗമായിരുന്നത്. പിന്നെ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി. നമ്മുടെ രാജ്യത്ത് വനാവകാശ നിയമം വന്നു. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സ്വാമിനാഥൻ കമ്മീഷനെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഇടതുപക്ഷം ഉണ്ടായാൽ വരുന്ന മാറ്റമാണിതൊക്കെ. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഫലം എന്തായി? ഇടതുപക്ഷത്തെ കോൺഗ്രസ് ഒരു പൊല്ലാപ്പായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ആ ഇടതുപക്ഷത്തെ ഒഴിവാക്കണം എന്നതാണ് അവർക്ക് പിന്നീടൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ വല്ലാത്ത താല്പര്യമായിട്ട് വന്നു. അതിലേക്ക് പിന്നെ കാര്യങ്ങൾ നീക്കുന്ന നിലയുണ്ടായി. പക്ഷേ മൊത്തമായിട്ടെടുത്താൽ ആ ഗവൺമെൻറ് ഒരു ജനദ്രോഹ ഗവൺമെൻറ്റായി മാറിയില്ല. അതിൻ്റെ കാരണം ഇടതുപക്ഷം ഉണ്ടായതുകൊണ്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ കാരണമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രസക്തമാകുന്നത്. അല്ല, അതാണ് രണ്ടാം UPA വരാനിടയായത്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം, വിശദമായി പറയാതെ ഞാൻ പറയാം. രണ്ടാം UPA ഗവൺമെൻറ് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ തനി സ്വഭാവം കാണിച്ചു. ഇടതുപക്ഷമില്ല, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ല, ഞങ്ങൾ സ്വതന്ത്രമായി എന്നുള്ള ആശ്വാസത്തിലാണ് അവർ. അപ്പോഴാണ് ആസിയാൻ കരാർ നടപ്പാക്കിയത്. അത് എത്രമാത്രം ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കിയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പിന്നെ ഒന്നാം UPA സർക്കാർ വെച്ച സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടി. അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ താങ്ങുവിലയെപ്പറ്റി അന്ന് കോൺഗ്രസ് കണ്ടത് ആ താങ്ങുവില മാർക്കറ്റ് പൊളിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടത് അംഗീകരിക്കുന്നില്ല, ആ റിപ്പോർട്ടേ തള്ളുന്നു. ഇതായിരുന്നു രണ്ടാം UPA സർക്കാരിൻ്റെ നില. കടുത്ത ജനദ്രോഹ നടപടികളിലേക്ക് നീങ്ങി. അത് സമരം തുടങ്ങിയപ്പം അതാണ് ജനങ്ങളിലാകെ അസംതൃപ്തി ഉണ്ടാക്കിയത്, കടുത്ത അസംതൃപ്തി. ആ അസംതൃപ്തിയാണ് BJPക്ക് ഉപയോഗിക്കാൻ അവസരം കിട്ടിയത്. അങ്ങനെയാണ് 2009 മോദി സർക്കാരിൻ്റെ ആദ്യത്തെ വരവ്. BJPക്ക് അവസരം കൊടുക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ തെറ്റായ നയമാണ്, ജനവിരുദ്ധ നയമാണ്, ആ ഗവൺമെൻറ് ജനവിരുദ്ധ നയമാണ്. അപ്പോൾ ഇടതുപക്ഷം ഉണ്ടായാലുള്ള ഗുണം, ഇടതുപക്ഷം ഇല്ലാതിരിക്കുമ്പോഴുള്ള ദോഷം, ഇതെല്ലാം നമ്മുടെ രാജ്യം കണ്ടതും അനുഭവിച്ചതുമാണ്. ഇപ്പോൾ നമ്മുടെ 2019 ശേഷമുള്ള 5 വർഷക്കാലം കേരളത്തിൽ നിന്നൊക്കെ പോയ ഇടതുപക്ഷ MP-മാർ വളരെ ചുരുങ്ങിപ്പോയല്ലോ. LDFന് ആകെ 2 പേരെ അവസാനമുള്ളൂ, ആലപ്പുഴയും പിന്നെ കോട്ടയും. ഈ ബാക്കി 18 പേരും UDFൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർ നിശബ്ദ പാലിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതേസമയം ഇടതുപക്ഷം ഉണ്ടായിരുന്നെങ്കിലോ ശക്തമായ ഇടപെടൽ നടക്കും. ആ ഇടപെടൽ നടന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രയാസമുണ്ടാക്കിയ കാര്യം. ഇതിൽ ഇപ്പോൾ പ്രചരണം അവസാനിച്ചു. അങ്ങയുടെ യാത്ര, അങ്ങയുടെ സംസ്ഥാനതല പര്യടനം വയനാട് നിന്ന് തുടങ്ങി ഒടുവിൽ തലശ്ശേരിയിൽ അവസാനിച്ചു. ഈ പര്യടനം ഉടനീളം നമ്മൾ കണ്ടതാണ്. പര്യടനത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി അങ്ങയെ അതിരൂക്ഷമായി കടന്നാക്രമിക്കുന്നു. അങ്ങ് വിട്ടുകൊടുക്കാതെ അങ്ങോട്ടും മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ അതായത് അങ്ങ് നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീടുള്ള ക്യാമ്പയിൻ അങ്ങ് രാഹുൽ ഗാന്ധിയെയാണ് കടന്നാക്രമിക്കുന്നത് എന്നുള്ള നിലയിലാണ്. ഇതിലെ യഥാർത്ഥ വസ്തുത എന്താണ്? അത് സ്ട്രാറ്റജിക്കലായി എന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണോ? എന്താണ് അതിൻ്റെ? അത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എല്ലാമുള്ള മനസാക്ഷിക്കുത്തിൻ്റെ ഭാഗമായിട്ടാണ്, അവർക്കെതിരെയാണ് പറയുന്നതെന്ന് തോന്നുന്നത്. അവർ ചെയ്ത നിലപാട് ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി, അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് BJPക്കെതിരാണ്. BJP ഗവൺമെൻറ്റാണത് കൊണ്ടുവരുന്നത്, മതനിരപേക്ഷതയ്ക്കെതിരാണ്. അപ്പോൾ അതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. പക്ഷേ ആ വിമർശനത്തോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നിലപാട് പറയുന്നില്ലെങ്കിൽ അത് ശരിയാവില്ല. കോൺഗ്രസ് ആ മതനിരപേക്ഷ നിലപാട് ശക്തിപ്പെടുത്താനല്ല നിന്നത്. മതനിരപേക്ഷതയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന ഇത്തരമൊരു ഭേദഗതിയുടെ കൂടെ മൗനത്തിലൂടെ നിൽക്കുന്ന നിലയാണ് ഉണ്ടായത്. അപ്പോൾ അത് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേര് പറയും. രാഹുൽ ഗാന്ധിയുടെ പേര് എവിടെയാണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഈ രാജ്യത്തൊരു യാത്ര നടത്തി, ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. ആ ഘട്ടത്തിൽ ഒരു പരാമർശവും നടത്തുന്നില്ല. അതല്ലേ വസ്തുത? അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി അങ്ങോട്ട് കടന്നാക്രമിക്കുകയല്ല. അല്ല, രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞത് ആ തരത്തിലുള്ളതാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലെന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളതാണ് ചോദിക്കുന്നത്.
രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കലല്ല. ഓരോ കാര്യത്തിലും കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കുന്ന ഈ നിലപാട് വന്നപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്? കേരളത്തിൽ ഇത്തരം യോജിച്ച സമരത്തിനുണ്ടായി. അതിൽ നിന്ന് പിൻവാങ്ങാൻ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം പറയുന്നു. രാഹുൽ ഗാന്ധി പറയണം, പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണ്, അത് കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലക്ക്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ബാധ്യതയുണ്ടല്ലോ. ആ ബാധ്യതയുടെ ഭാഗമായിട്ടാണ് ചോദ്യം. യഥാർത്ഥ പ്രശ്നം BJP കാണിച്ചിട്ടുള്ള മതനിരപേക്ഷതയെ തകർക്കുന്ന നിലപാടാണ്. അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടുമാണ്. അതിനെയാണ് വിമർശിക്കുന്നത്. പക്ഷേ ആ നടപടിയെ അംഗീകരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതിനെ അതോടൊപ്പം വിമർശിക്കുന്നു. അതാണ് പ്രശ്നം. പക്ഷേ ഒടുവിലെത്തുമ്പോഴേക്കും പിണറായി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന നിലയിലേക്ക് ക്യാമ്പയിൻ മാറി എന്നുള്ള വസ്തുതയാണ്. കാരണം രാഹുൽ ഗാന്ധി തന്നെ അങ്ങയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എണ്ണിപ്പറഞ്ഞ വിമർശനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം അങ്ങ് പറയാണ് അങ്ങയുടെ മുത്തശ്ശി ജയിലിലിട്ടതും ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്നുള്ളത്. അത് ഏത് ഘട്ടത്തിലാണ് അത് നൽകിയൊരു സന്ദേശം? അത് കേരളത്തിൽ വന്ന് ഈ അദ്ദേഹം എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ്. എന്തൊരു വിടുവായത്വമാണത്? അത് തന്നെയല്ലേ എനിക്ക് ചോദിക്കാനുള്ളത്. രാഹുൽ ഗാന്ധി ഒരു കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവാണല്ലോ. എന്തടിസ്ഥാനത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യേണ്ടത്? എന്ത് കേസിൻ്റെ ഭാഗമായിട്ടാണ്? എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം? വസ്തുതാപരമായിരിക്കണ്ടേ ചോദ്യം? തങ്ങളുടെ ഇന്നത്തെ രാജ്യത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ വലിയ തോതിൽ കുതിര കയറുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വലവീശി പിടിക്കുന്ന നില എല്ലായിടവും സ്വീകരിക്കുന്നു. അതിനെപ്പറ്റി കോൺഗ്രസ്സിന് വലിയ തോതിൽ പരാതി ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേരെ വരുമ്പോൾ കോൺഗ്രസ് എതിർക്കും. അല്ലാത്ത കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേരെ വരുമ്പോൾ കോൺഗ്രസ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പം നിൽക്കും. മൗനമല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പം നിൽക്കും. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത സാക്ഷി ഡൽഹി മുഖ്യമന്ത്രിയാണ്, കെജ്രിവാളാണ്. ഇപ്പോൾ ഒരു വർഷം മുൻപാണല്ലോ മനീഷ് സിസോദിയ അവിടുത്തെ ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് നടന്നപ്പോൾ കോൺഗ്രസ് ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്താണ് ഈ കേസിൽ മുഖ്യ സൂത്രധാരകൻ കെജ്രിവാളല്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തെ കേസിൽ ഉൾപ്പെടുന്നില്ല? ഇതാണ് കോൺഗ്രസിൻ്റെ രീതി. ആ രീതി ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ നമ്മുടെ ഡൽഹി 31 നടന്ന ഡൽഹി റാലിയിൽ കോൺഗ്രസ് നേതൃത്വം ആകെ വന്നിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഉപേക്ഷിച്ചോ? അത് കഴിഞ്ഞ് ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ഉപേക്ഷിച്ചില്ല. അതിനുശേഷമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കിഫ്ബിയുടെ മേലെ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുന്ന പ്രസംഗം നടത്തിയത്. തോമസ് ഐസക്കിനെതിരെ ED നോട്ടീസ് അയക്കുന്നു. അപ്പോൾ നേരെ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇവിടുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു മനോഭാവമാണ് കാണിക്കുന്നത്. ആ മനോഭാവം കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത് ശരിയല്ല. ഈ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കാര്യങ്ങളെ ഒരേപോലെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എന്ത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്? എടുക്കണമെന്ന് പറഞ്ഞത്. കേസ് എടുക്കാത്തതിനെയും അറസ്റ്റ് ചെയ്യാത്തതിനെയാണല്ലോ വിമർശിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ അശോക് ചവാൻ BJPയിലേക്ക് പോയപ്പോൾ അദ്ദേഹം സോണിയാഗാന്ധിനെ വിളിച്ച് പറഞ്ഞു എന്ന് രാഹുൽ ഗാന്ധിനെയാണ് ലോകത്തോട് പറയുന്നത്. രാഹുൽ ഗാന്ധിയാണ് ലോകത്തോട് പറയുന്നത്, അമ്മേനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് എന്ന്. അപ്പോൾ ആ പോക്കിനെ ന്യായീകരിക്കലാണോ? നിങ്ങൾ രാഷ്ട്രീയമല്ലേ കൈകാര്യം ചെയ്യുന്നു? രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? ആ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി സ്വീകരിച്ച നില ഞാൻ പറഞ്ഞത്. ആ മറ്റൊരു ഭാഗം ഞാൻ പറഞ്ഞില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി തന്നെയാണല്ലോ അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അന്ന് ഞാൻ MLA അല്ലേ? എന്താണ് കൂത്തുപറമ്പ് ലോക്കപ്പിൽ എനിക്കുണ്ടായ അനുഭവം?
അതല്ലേ കോൺഗ്രസിൻ്റെ രീതി. ഈ ഏജൻസികളെ എങ്ങനെയെല്ലാം തെറ്റായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം കോൺഗ്രസിൻ്റെ കാലത്ത് ഒരുപാടുണ്ടല്ലോ. അത് അടിയന്തര അവസ്ഥയിലാണ് തുടങ്ങിയത്. അത് നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ. ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അന്വേഷിച്ച് നോക്കണം. അന്നത്തെ ഗവൺമെൻറ്റിലുള്ള ആരെങ്കിലും ഇപ്പോൾ ഉണ്ടാവുമല്ലോ, അവരോട് അന്വേഷിക്കണം എന്തായിരുന്നു റിപ്പോർട്ടെന്നും എന്തായിരുന്നു നിയമോപദേശമെന്നും, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിരട്ടലൊന്നും ഞങ്ങളെയൊന്നും നേരെ ചിലവാകില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ CM ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ തെരഞ്ഞെടുപ്പ് വേളയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ഒരു സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം EDയും CBIയും NIA എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞു. അന്ന് വിഷയം സ്വർണ്ണക്കടത്തും ഇതൊക്കെയാണ്. സമാനമായ സ്വഭാവത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ ഇപ്രാവശ്യം അങ്ങയുടെ ഓഫീസല്ല അങ്ങയുടെ കുടുംബത്തെയാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് കേന്ദ്ര ഏജൻസികൾക്ക് അവരുടേതായ ധർമ്മത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ അജണ്ട പലപ്പോഴും വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് രാജ്യത്താകെ കേന്ദ്ര ഏജൻസികൾ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് കേസെടുത്തത്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാൽ 95% നമ്മുടെ BJP ഇതര പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആളുകളുടെ നേരെയാണ്. അപ്പോൾ അത്ര ഭീമമായതാണ് നടപടികൾ. ആ നടപടികൾക്ക് ഇരയായത് പ്രതിപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതൊന്നും മാത്രമാണ്. ഇതിൽ 2 ഭാഗം നമ്മൾ കാണണം. ഒന്ന്, നമ്മുടെ പല ആളുകളെയും ആദ്യം ഭീഷണിപ്പെടുത്തുക. BJP ആയാൽ പിന്നെ പ്രശ്നമില്ല. BJP ആയി മാറുന്നതോടുകൂടി അന്വേഷണം നടക്കുന്നു. എത്ര പ്രമാദമായ കേസുകൾ, നിരവധി കേസുകൾ. അപ്പോൾ ഈ നിലപാടെടുത്തു പോവുകയാണ്. അതിലൂടെ പൂർണ്ണമായി പവിത്രവൽക്കരിക്കപ്പെടുകയാണ് BJP ആകുന്നതോടെ. അല്ലാതെ വന്നാൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു. നിയമം വളരെ കടുത്തതാണല്ലോ. ആ നിയമം കടുത്തതായതുകൊണ്ട് കോടതികൾക്ക് പോലും വല്ലാതെ ഇടപെടാൻ പറ്റുന്നില്ല. പക്ഷേ കോടതികൾക്കൊരു അസഹിഷ്ണുത വരുന്നുണ്ടെന്ന് അവരുടെ വർത്തമാനങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. കാരണം നിയമത്തെ വല്ലാതെ ദുരുപയോഗിക്കുകയാണല്ലോ. അത് പല ഹൈക്കോടതികളും കൃത്യമായിട്ട് തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ അതിനെല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമമായതുകൊണ്ട് അതിനകത്ത് മറ്റൊരു നില സ്വീകരിക്കുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുക. ഇത് തെറ്റായ രീതിയിൽ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയത്തെ നേരിടുന്നതിന് വേണ്ടി. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ അത്ര ഭീമമായ തോതിലാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. അതിനെതിരെ രാജ്യത്ത് വലിയ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. ആ അഭിപ്രായത്തോടൊപ്പമല്ല ചില ഘട്ടത്തിൽ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ് ഇതര പാർട്ടികളുടെ കാര്യം വരുമ്പോൾ അവർക്ക് കേന്ദ്ര ഏജൻസികളോടൊപ്പം നിൽക്കാനാണ് താല്പര്യം. നമ്മുടെ കിഫ്ബിക്കെതിരെ കേന്ദ്ര ഏജൻസി നോട്ടീസ് വന്നപ്പോൾ, ED നോട്ടീസ് അയച്ചപ്പോൾ, ഇത് ഞങ്ങൾ പണ്ടേ പറയുന്നതല്ലേ, എന്താണ് താമസിച്ചു പോയത് എന്നാണല്ലോ ചോദിക്കുന്നത്. ഇതാണ് മനോഭാവം. ഇത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം മനോഭാവമല്ല, കോൺഗ്രസിൻ്റെ മൊത്തം മനോഭാവമാണ്. അതുകൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് ആ നിലയെടുത്തത്. സാധാരണ രാഹുൽ ഗാന്ധി ലെവലിലൊന്നും ഇത്തരം കാര്യങ്ങൾ പറയാറില്ല. എന്നാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഈ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ലെവലിലേക്ക് എത്തിയിട്ട് വർത്തമാനം പറയുന്ന നിലയാണ് നമ്മൾ കണ്ടത്. അതിനാണ് ഞാൻ മറുപടിയും പറഞ്ഞത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വെച്ച് നോക്കുമ്പോൾ അങ്ങായാലും രാഹുൽ ഗാന്ധി ആയാലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലായിരുന്നു പ്രസംഗം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, വയനാട്ടിൽ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോലും രാഹുൽ ഗാന്ധിക്കും UDFനും കിട്ടിയെന്നാണല്ലോ പാർട്ടി പോലും പിന്നീട് വിലയിരുത്തിയൊരു സാധനം. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിനിലേക്ക് കോൺഗ്രസ് മാറിയത് എന്തുകൊണ്ടാണ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ? അതിൽ ഇവർ സ്വീകരിച്ച നില ഈ BJPയെയും സംഘപരിവാറിനെയും ഫലത്തിൽ സഹായിക്കുന്ന നിലയാണ്. അതിനെക്കുറിച്ചുള്ള വിമർശനം വരുമ്പോൾ അവർക്ക് വല്ലാതെ കൊള്ളുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായി അത് ജനങ്ങളുടെ അനുഭവത്തിലുള്ളതാണല്ലോ. അപ്പോൾ ജനങ്ങളിൽ അത് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾ അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല. അപ്പോൾ അത് അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ആ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തെ പ്രധാനമായും ആക്രമിക്കാൻ ഇവിടെ പുറപ്പെട്ടത്. അത് LDFനെതിരെയുള്ള ആക്രമണമായിട്ട് മാറുകയാണ് ഉണ്ടായത്.
ഈ കഴിഞ്ഞ പ്രാവശ്യം CM-ൻ്റെ ഓഫീസിനെ ടാർഗറ്റ് ചെയ്ത് അന്വേഷണങ്ങൾ, ED നോട്ടീസ്, ഒരു വലിയ പുകമറിയായിരുന്നു. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടെ സിംഹഭാഗം കണ്ടൻറ്റും അതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ. ഭരണ തുടർച്ചയുണ്ടായി. ഈ പ്രാവശ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങയുടെ മകളെ കേന്ദ്രീകരിച്ചിട്ട് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു, വലിയ രീതിയിലെ കോലാഹലം വരുന്നു, അന്വേഷണം വരുന്നു, ED നോട്ടീസ് വരാൻ പോകുന്നു എന്നുള്ള പ്രചരണം വരുന്നു. എന്താണ് CM? കാരണം പ്രേക്ഷകർക്ക് ഇപ്പോഴും ചില സംശയങ്ങളെങ്കിലും ബാക്കി നിൽക്കും. എന്താണ് CM-ന് ഇതിൽ വ്യക്തമാക്കാനുള്ളത്? അല്ല, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ ഭാഗമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനൊന്നും ഞാനെതിരല്ല. സാധാരണഗതിയിൽ ചില കാര്യങ്ങൾ അവർക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വരും, അന്വേഷിക്കട്ടെ. പക്ഷേ ആ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാകുമ്പോഴാണ് അതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ ചില കാര്യങ്ങളിൽ വലിയ പ്രാധാന്യം വരുന്നത് അതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതേസമയം കേരളത്തിൽ ദീർഘകാലമായിട്ട്, അത് ഈ തെരഞ്ഞെടുപ്പിലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിലോ അല്ല, ദശാബ്ദങ്ങളായി ഒരു വൃത്തം, ആ വൃത്തം കൃത്യമായി എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അതിനാവശ്യമായ പിന്തുണ പല തലങ്ങളിൽ ലഭിക്കാറുണ്ട്. അതിൽ സാമ്പത്തിക പിന്തുണയുടെ പ്രശ്നമുണ്ട്, പ്രചരണത്തിന് പിന്തുണ നൽകാൻ മാധ്യമ പിന്തുണ ഉണ്ടാകാറുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ആ കാര്യങ്ങൾ വന്നിരുന്നത്. പക്ഷേ അതൊന്നും നമ്മളെ തകർത്ത് കളഞ്ഞില്ലല്ലോ. ഞാൻ ആ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ഈ ഓരോ ഘട്ടവും കടന്നു വന്നത് നോക്കിയാൽ ആ ഘട്ടത്തിലൊന്നും ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ തകർന്നു പോയില്ലല്ലോ. എന്താ കാരണം? ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, ഈ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കാനുള്ളൂ. ഇത് കൈകൾ എപ്പോഴും ശുദ്ധമായി നിന്നാൽ നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. വലിയ പുകമറിയൊക്കെ സൃഷ്ടിക്കാൻ നോക്കും, വലിയ പ്രചരണം വരും, അപ്പോൾ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ പറ്റും. ആ അവസ്ഥക്ക് ഇപ്പോഴും മാറ്റമില്ല. എല്ലാ ഘട്ടത്തിലും അങ്ങനെ വന്നോളും. മകളെ കാര്യത്തിൽ വരുന്നത് എന്താണ്? അവളൊരു കമ്പനി നടത്തി. എത്ര ആളുകൾ കമ്പനി നടത്തുന്നു? ഇതെന്താ ഒരു കുട്ടി ആദ്യമായിട്ട് കമ്പനി നടത്തുകയാണോ കേരളത്തിലും ഇന്ത്യയിലും? ആരെല്ലാം കമ്പനി നടത്തുന്നു? ആ കമ്പനി നടത്തുന്നതിൻ്റെ ഭാഗമായി നൽകുന്ന സേവനങ്ങൾ അതിന് പ്രതിഫലം പറ്റൂലേ? അത് പലയിടത്തൊന്നും പറ്റൂലേ. ആ പ്രതിഫലം പറ്റുന്നത് ഒരു തെറ്റായ കാര്യമാണോ? നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായ കാര്യമാണ്. ആ പ്രതിഫലം പറ്റുന്നത് ഏതെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ എല്ലാം അക്കൗണ്ടിലല്ലേ, എല്ലാം കണക്കിലുണ്ടല്ലോ, എല്ലാം ഇൻകം ടാക്സിനടക്കം പോകുന്നുണ്ടല്ലോ. കമ്പനി കണക്കിലുണ്ട്, ഇൻകം ടാക്സിൻ്റെ കണക്കിലുണ്ട്, എല്ലാറ്റിലും ഉണ്ടല്ലോ. ഇവരെല്ലാം അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം ഇവിടെ കാണാനുണ്ടല്ലോ. അതിലെന്താ നിയമവിരുദ്ധമായിട്ടുണ്ട്? എന്നാലൊരു പുകമറ സൃഷ്ടിക്കാം, ഒരു മാസപ്പടി എന്ന പേര് കൊടുത്തിട്ടുണ്ട്, ഒരു പേരൊക്കെ ഇട്ടിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാം. പക്ഷേ അന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? ഇപ്പോൾ എന്തെങ്കിലും കണ്ടോ സാധാരണ നിലക്ക്? അപ്പോൾ അതാണ് ഈ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് നോക്കാൻ കഴിയുന്നതിൻ്റെ പൊരുൾ. അതാണ് അതിൻ്റെ വസ്തുത. ഈ പ്രതിസന്ധി എല്ലാം വരുമ്പോൾ ഇത് ഒന്ന് വ്യക്തിപരം കൂടിയാണ് ഈ ചോദ്യം. അങ്ങ് ഭാര്യ കമല ടീച്ചർ, മക്കൾ, ഇതെങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണയായിരുന്നു ടാർഗറ്റ്. അതിനു മുമ്പ് നമ്മൾ പലതും കേട്ടതാണ്, കമല ഇൻ്റർനാഷണൽ കേട്ടതാണ്, കുന്നംകുളത്തെ വീട് കേട്ടതാണ്. ഇതൊക്കെ മാധ്യമ രംഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിലാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇത് ഓരോ വിഷയം വരുന്ന സമയത്തും എങ്ങനെയാണ് ഇതിന്? ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വീണയ്ക്കെതിരായ കേസിൻ്റെ ഓരോന്നും ഇങ്ങനെ കണ്ട് അനുഭവിച്ച് വരികയാണുള്ളത്. ഇപ്പോൾ മകളൊക്കെ ഇപ്പം മുതിർന്നയാളായി, പക്ഷേ കുട്ടിയായിരിക്കുന്ന കാലം മുതൽക്കേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവർ കേട്ടുകൊണ്ടാണല്ലോ വളരുന്നത്. അതേസമയം അവർക്ക് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം അറിയാലോ, ജീവിക്കുന്ന സാഹചര്യം അറിയാലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ഒരു ശുദ്ധത അവരുടെ അടുത്തെല്ലാം ഉണ്ടല്ലോ. ആ ശുദ്ധത ഇപ്പോഴും സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വേവലാതി അതിനകത്തില്ലാത്തത്. എന്തെല്ലാം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ആർക്കും പ്രത്യേകമായൊരു കൂസലില്ലാത്തത് ഈ ശുദ്ധി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അത് നഷ്ടപ്പെട്ടാലേ ഭയപ്പെടേണ്ടതുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരണം. CM ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലത്തിൻ അക്കൗണ്ട് മരവിക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഇനി എങ്ങനെയാകുമെന്ന് ഒരു സഭ ആലോചിക്കുന്നൊരവസ്ഥയിലാണ്. CM എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കാരണം ഇത് ഒരു തെരഞ്ഞെടുപ്പ് വേളയോ അല്ലെങ്കിൽ വിഴിഞ്ഞം വിഷയമോ ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. ഇതിനിടയിൽ ഇത് മരവിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അതിന് വലിയ രാഷ്ട്രീയ മാനമില്ലേ? നമ്മുടെ രാജ്യത്ത് ഈ ഇത്തരം
FCRIയുടെ ഭാഗമായിട്ടുള്ള അക്കൗണ്ട് മരവിപ്പിക്കലുകൾ. അത് 16,000-ഓളം അക്കൗണ്ടുകൾ ഇന്ത്യ ഗവൺമെൻറ് മരവിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 1,000-ഓളം അക്കൗണ്ടുകൾ ക്രൈസ്തവ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമോ 2 മാസമോ ആയിട്ടുള്ളൂ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇത് ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യമാണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണണം. ഇതിനകത്ത് ഇപ്പം വിഴിഞ്ഞ സമരവും ഈ അക്കൗണ്ട് മരവിപ്പിക്കലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല സാധാരണ നിലക്ക്. കാരണം ഇതൊരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. അതുകൊണ്ടാണ് 1,000-ഓളം ക്രൈസ്തവ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു ഭാഗം കാണേണ്ടത് ഈ പുതിയ അനുമതി കൊടുക്കുന്നതെല്ലാം RSSനാണ്. RSSുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് അനുമതികൾ തുറന്നു കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം മരവിപ്പിക്കുന്ന നിലയുണ്ടാവുകയാണ്. ഇതൊരു ഗവൺമെൻറ് നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ന്യൂനപക്ഷങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ലത്തീൻ അതിരൂപത കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെ വിഷമമുണ്ടാകുന്നു, അതിൽ സഹായിക്കാൻ തയ്യാറാകണം എന്നൊക്കെ ആളുകളോട് അഭ്യർത്ഥിക്കുന്ന നിലയുണ്ടായല്ലോ. അതാണല്ലോ വസ്തുത. അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിനാണല്ലോ ഇത്തരം സഹായങ്ങൾ സ്വീകരിക്കുന്നത്. പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഭ നടത്തുന്നുണ്ടല്ലോ. അതിൽ പ്രായമായവർക്കുള്ള സഹായമുണ്ട്, വിരമിച്ച സന്യാസിമാർ, പിന്നെ വൈദികർ, അങ്ങനെയെല്ലാം ഉള്ളവരുണ്ട്. അവരെല്ലാം സംരക്ഷിക്കുന്നുണ്ടല്ലോ സഭ. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള സഹായത്തിന് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത്. അത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളെ മുട്ടിച്ചു കളയും എന്ന നിലപാടെടുക്കുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കത്തക്കതല്ലാലും യഥാർത്ഥ ലക്ഷ്യം ഇവരെയൊക്കെ BJPക്ക് അനുകൂലമാക്കി മാറ്റലാണ്. എങ്ങനെ BJPക്ക് അനുകൂലമായിട്ട് സാധാരണഗതിയിൽ ആളുകൾക്ക് മാറാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത നാളല്ലേ മണിപ്പൂരിലെ അനുഭവം നമ്മുടെ മുന്നിലുള്ളത്. എത്ര പേരാണ് കൊല ചെയ്യപ്പെട്ടത്, എത്ര ആരാധനാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. 1,00,000-ലധികം ആളുകൾക്കല്ലേ വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്. അതൊന്നും കേരളത്തിലല്ലാന്ന് വെച്ചിട്ട് കേരളത്തിലുള്ളവർക്കും അതിൻ്റെ അലിയടിക്കുമല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ തെലുങ്കാനയിൽ മദർ തെരേസയുടെ പേരിലുള്ള സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് സംഘപരിവാർ ഇരച്ചു കയറിയിട്ട് നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിന് ഇരയാക്കിയത് എന്തെങ്കിലും പ്രകോപനം സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായതാണോ? അവർ പറഞ്ഞത് ഈ നിങ്ങൾക്ക് യൂണിഫോം മാറി ധരിക്കണമെങ്കിൽ രക്ഷിതാവ് അറിയിക്കണം. അതിലെന്താ തെറ്റ്? കുട്ടിക്ക് ഇഷ്ടം പോലെ യൂണിഫോം, ഒരു വസ്ത്രം ധരിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ യൂണിഫോം ഉള്ളെടുത്ത്. എന്നാൽ ഒരു പ്രത്യേക മതപരമായ ചടങ്ങുണ്ട്, അന്ന് ഞങ്ങൾക്ക് ഇങ്ങനൊരു വസ്ത്രം ധരിക്കണം എന്ന് രക്ഷിതാക്കൾ പറഞ്ഞാൽ അത് അനുവദിക്കാമെന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനല്ലേ കയറി ആക്രമിച്ചത്. എത്ര ഭീകരമാണ്. ഒരു മലയാളി വൈദികനാണ് പോലും അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ തല്ലി മട്ടുപ്പാവിലെത്തിച്ച് അവിടുന്ന് താഴെയുള്ള ആളുകളെ നോക്കി ജയ് ശ്രീറാം വിളിപ്പിക്കുക, എന്നിട്ട് മാപ്പ് പറയിപ്പിക്കുക, എന്തെല്ലാമാണ് നടന്നത്. അതിനുശേഷം അവിടെ സ്വീകരിച്ച നിലയോ കേസ് ഈ വൈദികനും ഈ പീഡിപ്പിക്കപ്പെട്ടവർക്ക് നേരെയാണ്, ഇരകൾക്ക് നേരെയാണ്. അപ്പോൾ അത് നമ്മൾ കാണുന്നത് അവിടെ BJP ഗവൺമെൻറ് അല്ല, അവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. ആ കോൺഗ്രസ് ഗവൺമെൻറ് സ്വീകരിച്ച നിലയാണിത്. BJPയാണ്, സംഘപരിവാറാണ് നേരത്തെ നടത്തിയ ആക്രമണത്തിൻ്റെ ആളുകൾ. ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ ലക്ഷ്യമിട്ട് നടത്തുന്ന BJP നീക്കം അതൊക്കെ ആളുകളുടെ അടുത്ത് ചിലവാകുമോ? ഇപ്പം ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് അവിടുത്തെ ഗവർണർ ഇങ്ങോട്ട് വരുന്നു. ഇത് ഇപ്പോൾ അരമനകളിൽ അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വിവരം എൻ്റെ അടുത്തുള്ളൂ. അപ്പം ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, അതെന്താണ് നമ്മുടെ ശ്രീധരൻപിള്ളി, ആനന്ദബോസ് ഒന്നും പോരാന്ന് കണ്ടോ? ഇവരൊക്കെയാണല്ലോ നേരത്തെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സക്സേന എന്ന പേരിരിക്കട്ടെ എന്നായിരിക്കും വെച്ചിട്ടുണ്ടത്. ഇതൊക്കെ ആരെടുത്ത് ചിലവാകാനാണ്? നിങ്ങൾ ആദ്യം നിങ്ങളെ രീതികൾ നന്നാക്ക്. നിങ്ങൾ
തനി വർഗീയതയും കൊണ്ട് നടക്കുക, ന്യൂനപക്ഷ വേട്ടയായിട്ട് നടക്കുക, വംശഹത്യയുടെ അടുത്തേക്കടക്കം കാര്യങ്ങൾ എത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ ആര് വിശ്വസിക്കും? അതല്ലേ വസ്തുത. ആദ്യം അത് മാറ്റണം. ഈ കേരളം എന്ന് പറയുന്നത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്നൊരു നാടാണ്. അവിടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിനിടവില്ല. അതാണ് ആദ്യം മാറ്റേണ്ടത്. അത് മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല, കാരണം RSSൻ്റെ പ്രത്യയശാസ്ത്രമാണത്. CM ഇപ്പം ക്രൈസ്തവ ന്യൂനപക്ഷത്തെക്കുറിച്ച് പറഞ്ഞു. മുസ്ലിം ന്യൂനപക്ഷം വലിയ ഭീതിയിലാണല്ലോ CM. പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിൽ പോലും ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ന്യൂനപക്ഷം പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തിൻ്റെ നിലപാട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ നിലപാട്? മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭീതി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ. ഇപ്പോൾ കോടാനുകൂടി ജനങ്ങളെന്ന് ഞാൻ പറഞ്ഞത് ആ വിഭാഗത്തെ തന്നെ ഉദ്ദേശിച്ചാണ്. കാരണം അവരെല്ലാം ഈ രാജ്യത്തിൻ്റെ ഭാഗമായി സഹസ്രാബ്ദങ്ങളായി നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ജനത, ആ ജനതയെ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിക്കുക, അവർ എന്തോ പിടിച്ചുപറിക്കാരാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുക, അവർക്കെതിരെയുള്ളൊരു വികാരം ഉണ്ടാക്കുക. കാരണം നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ആഭരണം തട്ടിപ്പറിച്ച് കളയും, നിങ്ങളെ താലിമാല വരെ കൈവശപ്പെടുത്തി കളയും. ഇതൊക്കെ പ്രധാനമന്ത്രിയെപ്പോലെ ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ കാണുന്ന മുസ്ലിമിനെ തല്ലിക്കൊല്ലണം എന്നല്ലേ ആ വികാരം ഉണ്ടാകുന്നത്? ഇവരല്ലേ ഇത് പിടിച്ചു പറിക്കുക, ഇവരാണല്ലോ ഇത് കൈവശപ്പെടുത്തുക. അപ്പോൾ അവർക്കെതിരെയുള്ളൊരു വികാരം ഉണ്ടാക്കലല്ലേ? അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? നിയമവിരുദ്ധയല്ലേ? സാധാരണഗതിയിൽ മറ്റൊരാളാണെങ്കിൽ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ? തീർത്തും നിയമവിരുദ്ധമായൊരു കാര്യമല്ലേ? ആ പറഞ്ഞ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രാജ്യത്ത് നേരത്തെ സ്വീകരിച്ച നടപടി മാത്രമല്ല, ഇപ്പോൾ തുറന്നു വരുന്നതും എത്രമാത്രം അപകടകരമായതാണ്. വർഗീയ പ്രചരണം അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ ഭീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കപ്പെട്ടാൽ അതിൻ്റെ ഭാഗമായി പൗരത്വ രജിസ്റ്ററിലേക്ക് ആളുകൾ ഉൾപ്പെടുന്നതിന് നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അവർ ജനിച്ച സ്ഥലം, പിന്നെ അതിൻ്റെ തീയതി, ഇതൊക്കെ കൊടുക്കണം. കേരളത്തിൽ നല്ല വിദ്യാസമ്പന്നരാണല്ലോ, എവിടെ എല്ലാവർക്കും ഈ പേര് കൊടുക്കാൻ കഴിയും. പേര് ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കൊടുക്കാൻ കഴിയും. എത്രയാളുടെ പൗരത്വം നഷ്ടപ്പെടും അങ്ങനെ വന്നാലും? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പൗരത്വം. അപ്പോൾ മുസ്ലിമിനെ മാത്രമല്ല ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുക, എല്ലാവരെയും പ്രതികൂലമായിട്ട് ബാധിക്കും. ജനന രജിസ്റ്റർ, ജനന സർട്ടിഫിക്കറ്റ്, ആ ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത കോടാനുകോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. കേരളം പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങൾ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അവരെല്ലാം വലിയ ഭീതിയിലല്ലേ. പ്രത്യേകിച്ച് മുസ്ലിമിന് പൗരത്വത്തിന് അർഹതയില്ല എന്നൊരു നിയമത്തിലൂടെ വന്നാൽ അതുണ്ടാക്കുന്ന ഭീതി ചെറുതാണോ? ഈ ഭീതി ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ മുസ്ലിം വിഭാഗം കുറച്ചുകൂടി അപ്ഡേറ്റഡാണ്, ലോക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളെ കുറച്ച് കാണിക്കുന്നതല്ല, പക്ഷേ കുറച്ചുകൂടി വിദ്യാസമ്പന്നരാണ്. ഇവരിതിന് പ്രതികരിക്കാൻ തയ്യാറായാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വരിക? അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും? അല്ല, ഇവിടെ നമ്മൾ കാണേണ്ടത് എല്ലാ ന്യൂനപക്ഷ വിഭാഗവും ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും പ്രബല വിഭാഗം മുസ്ലിമും ക്രിസ്ത്യനുമാണ്. ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണം രാജ്യത്ത് തന്നെ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള പ്രതികരണം വളരെ ശക്തമാണ്. രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്ന ഒരു നിലപാടിലാണ് പൊതുവെ ജനങ്ങൾ നിലകൊള്ളുന്നത്. അതോടൊപ്പം ന്യൂനപക്ഷ സംരക്ഷണവും പ്രധാനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നിലപാട് ഈ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും. അതെല്ലാം BJPക്കെതിരായിട്ടാണ് വരിക. BJPക്കെതിരെ എന്നുള്ളത് മാത്രമല്ല, BJPയെ മൗനത്തിലൂടെ പിന്താങ്ങുന്നവർക്കെതിരെയും നിലപാടുകൾ ഇവരെടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് CM പറയുന്നത് കോൺഗ്രസിനെതിരായിരിക്കുന്നതാണോ? അതെ, എല്ലാവരും എല്ലാം മനസ്സിലാക്കുകയല്ലേ. കോൺഗ്രസും UDFും ഇത്തരം കാര്യങ്ങളെ എതിർത്തില്ലാലോ, വേണ്ട രീതിയിൽ എതിർത്തില്ലാലോ. ഞാൻ പറഞ്ഞല്ലോ ഉദാഹരണങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ എതിർക്കാതിരിക്കുമ്പോൾ അവർ മൗനത്തിലൂടെ അതിന് സമ്മതം കൊടുക്കലല്ലേ. അപ്പോൾ അത്തരം ആളുകൾക്കെതിരെയും ശക്തമായ വികാരം ഉണ്ടാകും. കാരണം അതിനിടയാക്കുന്നത് എന്താ? കേരളത്തിൻ്റെ കൂടെ നിൽക്കണ്ടേ കേരളത്തിൻ്റെ MP മാർ?
കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇവിടുന്ന് പോയ 18-അംഗ സംഘത്തിന് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റിയോ? കേരളത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയോ? എല്ലാ ഘട്ടത്തിലും BJP ഗവൺമെൻറ്റിനോടൊപ്പമായിരുന്നു. അതെ, അതിൻ്റെതായ നിലപാട് ജനങ്ങളെടുക്കുന്നുണ്ട്. കേരള വിരുദ്ധ സമീപനം BJPക്ക് നേരത്തെയുണ്ട്. ആ വിരുദ്ധ സമീപനം ഇവിടുത്തെ നമ്മുടെ 18-അംഗ സംഘവും UDFും സ്വീകരിക്കുകയാണ്, കോൺഗ്രസും സ്വീകരിക്കുകയാണ്. അപ്പോൾ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരല്ല നമുക്ക് വേണ്ടത്, കേരള താല്പര്യം സംരക്ഷിക്കുന്നവരാണ് വേണ്ടത് എന്ന പൊതുചിന്ത കേരളത്തിലാകെ ഉണ്ടായിട്ടുണ്ട്. ഈ സി ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, UDFിൻ്റെ ഒരു വലിയ വോട്ട് ബാങ്ക് ആയിരുന്നു സമസ്ത, പ്രത്യേകിച്ചും EK വിഭാഗം. സാമ്പ്രദായികമായി അങ്ങനെയാണ്, ലീഗിനൊപ്പം നിൽക്കുന്നതാണ്. അവർ വളരെ പരസ്യമായി ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ സമസ്തയിലുണ്ടായൊരു മാറ്റം പൊതു മുസ്ലിം സാമാന്യത്തിലെ മാറ്റത്തിൻ്റെ ഇൻഡിക്കേഷനായി കാണാൻ പറ്റും. ഇവിടെ ചില മതവിഭാഗങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ അതിന് ചില വക്താക്കൾ എന്ന നിലയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ അനുഭവത്തിൽ അത് ആകെ മാറിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു പ്രത്യേക CM പൊളിച്ചതാണോ ശരിക്കും? അങ്ങനെ ഒരു പ്രത്യേക വക്താക്കൾ ആവശ്യമില്ല എന്ന നിലയാണ്. നേരിട്ട് സംസാരിക്കുക. നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ മതവിഭാഗങ്ങളും നേരിട്ട് സർക്കാരുമായി ഇപ്പോൾ സംവദിക്കാറുണ്ട്. ഏത് പ്രശ്നമുള്ളപ്പോഴും അവർ എന്നെ കാണാറുണ്ട്, ഞാൻ അവരുമായും സംവദിക്കാറുണ്ട്. ആവശ്യമുള്ള ഘട്ടത്തിലെല്ലാം അത്തരം ആളുകളെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇതൊരു ആരോഗ്യകരമായ ബന്ധം ഈ എല്ലാ മതവിഭാഗങ്ങളും സർക്കാരും തമ്മിൽ കേരളത്തിൽ ഉയർത്തുന്നതിനിടയാക്കിയിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ പ്രത്യേകമായ വക്താക്കൾ അവർ മുഖേന എന്നതല്ല, സർക്കാരിന് നേരിട്ട് തന്നെ കാര്യങ്ങൾ അവരെടുത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നില വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ബന്ധമുണ്ട്. അവർക്ക് സർക്കാരിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരിലും ആ മാറ്റം നമുക്ക് കാണാൻ കഴിയും. അത് സമസ്തയിൽ പ്രകടമാണോ ശരിക്കും? അല്ല, സമസ്തയുടെ കാര്യം അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല. സമസ്തയുടെ പ്രശ്നം വരുന്നത് ഈ ലീഗ് വല്ലാത്ത അസഹിഷ്ണുത സമസ്തയോട് കാണിച്ചു എന്നാണ് തോന്നുന്നത്. അത് അവരുടെ പ്രശ്നമാണ്. ഞാനതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ടതായിട്ടില്ല. എങ്കിലും പുറമേ നിന്ന് നോക്കുന്ന ഒരു ആളെന്ന നിലക്ക് എനിക്ക് തോന്നുന്നത് ലീഗ് പലപ്പോഴും ഒരു സഹിഷ്ണുതയോടെ എല്ലാ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. നേരത്തെയുള്ള അവരുടെ നേതാക്കളും ഈ സമസ്തയുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെ സുദൃഢമായതായിരുന്നു. അതിന് മാറ്റം വന്നിട്ടുണ്ട്. അപക്വമായ ചില ഇടപെടലുകൾ അതിനിടയാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ രാഷ്ട്രീയക്കാരെ എതിർക്കുമ്പോൾ ഏത് രീതിയും ചിലർ സ്വീകരിക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു രീതി ഈ ലീഗിൻ്റെ ചില നേതാക്കൾ എതിർപ്പിൻ്റെ കാര്യത്തിൽ സമസ്തയോട് സ്വീകരിച്ചിട്ടുണ്ടെന്നും കാണാൻ പറ്റും. ഒരു ബഹുമാനക്കുറവോടെ സമീപിക്കുന്ന നിലപാട്. പരസ്പര ബഹുമാനം ഏറ്റവും പ്രധാനമാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ബന്ധം വഷളാക്കുന്നതിന് ഇടയാക്കി. അത് അവരുടെ പ്രശ്നമാണ്, നമ്മളെ പ്രശ്നമല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ആരോഗ്യകരമായ ബന്ധമാണ് എല്ലാവരുമായിട്ടും ഉള്ളത്. CM ഈ ലീഗിന് CMൻ്റെ ഈ പ്രാവശ്യത്തെ പ്രസംഗം, വയനാട് മുതൽ തലശ്ശേരി വരെയുള്ള പ്രസംഗം വളരെ കൗതുകപൂർവ്വം ശ്രദ്ധിച്ചൊരു മാധ്യമപ്രവർത്തകനാണ്. ലീഗിൻ്റെ നിലപാട് എങ്ങനെയാണ് ഇപ്പം? CMൻ്റെ പല പ്രസംഗങ്ങളിലും ചില പ്രദേശത്തെ ചില വിഷയങ്ങളിൽ മാത്രമാണ് ലീഗിനെ വിമർശിച്ചത്. പൊതുവിൽ ലീഗിനെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനം എടുത്തിട്ടില്ല. അല്ല, ലീഗ് എന്ന് പറയുന്നത് ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടിയുടെ കാര്യത്തിലാണ്. അല്ല, എന്തെല്ലാം അവമാനമാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് പരിതാപകരം. ഈ സ്വന്തം പാർട്ടിയുടെ പതാക പോലും എടുത്ത് നടക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇല്ല എന്ന് വന്നാൽ പിന്നെ എന്തൊരു പാർട്ടിയാണത്? എന്തെല്ലാം നാണക്കേടാണ് അവർ സഹിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് സഹതാപം തോന്നും. ഈ എല്ലാ നാണക്കേടും സഹിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ എന്നുള്ളത്. അതൊരു ദുർഗതി തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കേരളത്തിലെ UDF എന്ന് പറയുമ്പോൾ അതിൻ്റെ നട്ടെല്ല് ലീഗാണ്. ലീഗില്ലാത്തൊരു UDFനെ പറ്റി ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു നിലയിലാണ് അവർ പരസ്പരം കാര്യങ്ങൾ നീക്കുന്നത്. ലീഗും കോൺഗ്രസും നേതൃത്വങ്ങൾ തമ്മിലൊക്കെ നല്ല ബന്ധം നിലനിർത്തി പോകുന്നുണ്ട്. ക്ഷണികളിൽ അതുണ്ടോ? അല്ല, ഈ ബന്ധങ്ങളുള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അതൊരു പാർട്ടി എന്ന നിലക്ക് അതിനെ അവമാനിക്കുന്നില്ലേ? അത്തരം കാര്യങ്ങൾ നിൽക്കുകയല്ലേ? അപ്പോൾ അതിനോട് വേണ്ടത്ര പ്രതികരിക്കാൻ ലീഗ് നേതൃത്വത്തിന് പലപ്പോഴും കഴിയാറില്ല എന്താണ് അവസ്ഥ. അത് ലീഗിനെ നല്ലതുപോലെ ശോഷിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്കിപ്പോൾ പ്രത്യേക വിരോധത്തിൻ്റെ പ്രശ്നം വരുന്നില്ല.
കാരണം ഇതിനകത്ത് സംഘപരിവാർ അജണ്ടയോട് സാധാരണ നിലക്ക് ഒരു ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടി എന്ന നിലക്ക് അവർ അത്ര കണ്ട് സമരസപ്പെടേണ്ടവരല്ല. അവിടെയും അവരുടെ ഗതികേട് കൊണ്ട് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നുണ്ട്. ഈ 18-അംഗ സംഘത്തിൽ അവരുമുണ്ട്. 18-അംഗ സംഘത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലക്കൊള്ളാത്തതിൽ ഇവരുടെ രണ്ടുപേരും അതേ നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു തരം ഗതികേടാണ്. സാധാരണഗതിയിൽ ന്യൂനപക്ഷത്തിന് അങ്ങനെ ഒരു നില സ്വീകരിക്കേണ്ട കാര്യം വരുന്നില്ല, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്. പക്ഷേ വേണ്ട രീതിയിൽ ശബ്ദം വരുന്നില്ല, ശബ്ദം ഉയരുന്നില്ല. കോൺഗ്രസിൻ്റെ ശബ്ദം നോക്കി അതിൻ്റെ താളത്തിനനുസരിച്ച് തുള്ളണം എന്നൊരു നിലയിലേക്ക് ഇവരെത്തുന്നു. അതുകൊണ്ട് ഇവരെ സ്വന്തം അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. അങ്ങനൊരു ഗതികേടിൻ്റെ പാർട്ടിയായി ലീഗ് മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. BJPയിലേക്ക് വരേണ്ടതുണ്ട്. CM BJP കേരളത്തിൽ വലിയ പ്രചരണമാണ് നടത്തുന്നത്. ഒരുപക്ഷെ മറ്റേത് പാർട്ടിയേക്കാളും പ്രചരണ രംഗത്ത് അവർ മുൻപിലാണ്. ഫ്ലെക്സ് ബോർഡുകളിൽ, ബാനറുകളിൽ, സോഷ്യൽ മീഡിയയിൽ, TV വരുന്ന പരസ്യത്തിൽ ഉൾപ്പെടെ. കേരളത്തിൽ BJPക്ക് 2ാം സ്ഥാനം പോലും കിട്ടില്ലെന്നാണ് CM ആവർത്തിച്ച് പറഞ്ഞത്. വയനാട്ടിൽ തുടങ്ങി തലശ്ശേരിയിൽ എത്തുമ്പോഴേക്കും CMൻ്റെ ശരീരഭാഷയിൽ ഈ ആത്മവിശ്വാസം കൂടിയതുപോലെ തോന്നിയിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CM അത്ര ഉറപ്പിച്ച് പറയുന്നത്? കാരണം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മത്സരമല്ലേ BJP കാഴ്ചവെക്കുന്നത്? ശക്തമായ മത്സരം ഫ്ലക്സിലും ഈ പറഞ്ഞ പ്രചരണത്തിലുമാണ്. ജനങ്ങളിലാണല്ലോ സാധാരണഗതിയിൽ വേണ്ടത്. ആ ജനങ്ങളുടെ മനോഭാവം ഇവർക്ക് അനുകൂലമല്ല എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഈ പറഞ്ഞതുകൊണ്ടൊരു പറയാം, പണത്തിൻ്റെ കൊഴുപ്പിന് നല്ല സ്വാധീനം വരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മാധ്യമം ഒരു പരിപാടി സംഘടിപ്പിച്ചു പോലും. ആ പരിപാടിയിൽ 2 കൂട്ടരിയെ പറയുന്നുള്ളൂ. അതായത് ഒന്ന് UDF, മറ്റൊന്ന് BJP. ഈ LDFൻ്റെ ഒരു പാവ സ്ഥാനാർത്ഥി എന്ന് അവസാനം പറയുകയാണ് പോലും. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. അതും മാതൃഭൂമിയെ പോലൊരു പത്രമാണ് അത് സംഘടിപ്പിച്ചതെന്നാണ് പറയുന്നത്. എത്ര പരിതാപകരമായ അവസ്ഥയാണെന്ന് നോക്കണം. എങ്ങനെയാണ് നമ്മുടെ ചിത്രങ്ങൾ മാറ്റിമറിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അവിടെയുള്ള അനുഭവം എന്താ? പന്ന്യൻ രവീന്ദ്രന് നിമിഷം തോറും പിന്തുണ വർദ്ധിക്കുന്നതാണ്. ദിവസമല്ല, നിമിഷം തോറും വർദ്ധിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. അവിടെ നല്ല വിജയസാധ്യതയിലാണ് പന്ന്യൻ രവീന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ തീർത്തും തമസ്കരിക്കുക, വേറൊരു ചിത്രം കാട്ടുക. അങ്ങനെ ചിത്രം കാട്ടിയാൽ ചില താല്പര്യക്കാർ, നല്ല താല്പര്യക്കാർ, ശുദ്ധമായ താല്പര്യക്കാർ തന്നെ, ഇപ്പോൾ ചിലർ ജയിച്ചുകൂടാ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ LDFന് എന്നാൽ പിന്നെ വോട്ട് തന്നെ ചെയ്യുന്നത് മറിച്ച് ചെയ്താൽ പോരെ എന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചരണ തന്ത്രമാണത്. അപ്പോൾ പണത്തിൻ്റെ സ്വാധീനം ഏതെല്ലാം തരത്തിൽ വരുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഈ പ്രചരണ രംഗത്ത് ആ രംഗം കാണും, അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണും. പക്ഷേ ഈ അനുഭവത്തിൽ അവിടെയൊന്നും ഈ ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമില്ല എന്നതാണ് നില. ജനങ്ങളുടെ ഇടയിൽ പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എവിടെയും 2ാം സ്ഥാനം ഉണ്ടാകില്ല എന്ന് പറയാൻ കാരണം. നേരത്തെ തുടക്കത്തിൽ തന്നെ തൃശ്ശൂർ പുറകിലാണ്. അത് പിന്നെ നമ്മളാരും ചെയ്യേണ്ടതില്ല. വേണ്ടത്ര ആ സ്ഥാനാർത്ഥി തന്നെ അതിനുള്ള സംഭാവനകൾ ധാരാളം നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നു ചേരുന്നുണ്ട്. ഈ തൃശ്ശൂരിലെ ഒരു CM അവിടെ ക്യാമ്പയിന് പോയതാണ്. ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് ശരിക്കും തൃശ്ശൂരിലെ അവസ്ഥ? കാരണം ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ പര്യടനം നടത്തിയ ഒരു സ്ഥലമാണ് തൃശ്ശൂർ. തൃശ്ശൂരും തിരുവനന്തപുരം എല്ലാം ഒരേപോലെയാണ്. തൃശ്ശൂർ സുനിൽകുമാറാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. സുനിൽകുമാർ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ജനകീയനാണ്. ജനങ്ങളങ്ങ് മനസ്സിലങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം ആദ്യമേ തന്നെ. അത് തുടക്കത്തിൽ തന്നെ തെളിഞ്ഞതാണ്. ആരംഭത്തിൽ തന്നെ വലിയ തോതിൽ ജനസ്വീകാര്യത സുനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചു കഴിഞ്ഞതാണ് വസ്തുത. അത് പിന്നെ കൂടിക്കൂടി വരികയാണ്. പക്ഷെ മുരളീധരൻ്റെ വരവ് അവിടെ പ്രശ്നമായിട്ടുണ്ടോ? മുരളീധരനൊന്നും ആ സ്വീകാര്യതയില്ല. മുരളീധരൻ്റെ വരവ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ്സുകാർ ധരിച്ചിരുന്നുവെങ്കിലും ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം മുരളീധരൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതും വസ്തുതയാണ്. സുരേഷ് ഗോപി അവിടെ 3ാം സ്ഥാനത്ത് പോകും. 3ാം സ്ഥാനത്തേക്ക്. ഈ മറ്റൊരു കാര്യം CM, ഈ തൃശ്ശൂർ പൂരം ഇപ്പോൾ ഒരു വലിയ പ്രചരണ ആയുധമാണ്. അത് CM തന്നെ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൽ ഈ ചിലർ ഒരുക്കിയ ട്രാപ്പിൽ കേരള പോലീസ് പോയി തലവെച്ചു കൊടുത്തോ? എന്താണ് യഥാർത്ഥത്തിൽ പൂരം? ഇപ്പോൾ പൂരം മുടക്കിയവരാണ് ഇടതുപക്ഷം, സർക്കാർ എന്നുള്ള നിലയിൽ
ക്യാമ്പയിൻ സജീവമാണ്. സുനിൽകുമാറും കെ രാജനും ഒക്കെ അതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അതിൽ വസ്തുത? അത് ഈ പറയുന്നൊരു പ്രചരണത്തിന് വേണ്ടിയൊരു ആലോചന നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങൾക്കും അനുകൂലമാണല്ലോ. പ്രത്യേകിച്ച് പൂരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മഹത്തായൊരു ഉത്സവമാണല്ലോ. ഒരു തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമാണെന്ന് പറയാം. പക്ഷേ കേരളത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഉത്സവമല്ലേ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. കേരളത്തിൻ്റെ ഒരു ചിത്രം കാണുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ചിത്രം നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്നു. നമ്മുടെ വള്ളംകളി പോലെ അങ്ങനെയൊക്കെ വരുന്നൊരു ഇതല്ലേ, അങ്ങനെയല്ലേ അത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നേരത്തെ ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായി. ആ തർക്കങ്ങളുണ്ടായപ്പോൾ അവർ ദേവസ്വത്തിൻ്റെ ആൾക്കാർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉടനെ തന്നെ അത് ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തു. അവർക്ക് ഒരു പരാതി ഉണ്ടായില്ല, നല്ല നിലക്ക് പരിഹാരം കണ്ടുപോയി. ഉത്സവത്തിന് മുമ്പ്, പൂരത്തിന് മുമ്പ് എല്ലാ ഒരുക്കങ്ങളും നേരത്തെ നടത്തി, ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തി, എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നു. അവിടെ നേരിട്ട് ഇടപെടുന്ന മന്ത്രിമാർ, 3 മന്ത്രിമാർ അവിടെ തന്നെയുണ്ട്. നമ്മുടെ റവന്യൂ മിനിസ്റ്ററും മറ്റും ഫലപ്രദമായിട്ട് തന്നെ കാര്യങ്ങൾ ഇടപെട്ട് നീക്കുകയായിരുന്നു. ഇത് ഒരു നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. ആ സംഭവം അതിലെ ഗൂഢാലോചന എങ്ങനെയായിരുന്നു സിഎം? കാരണം ജനങ്ങളൊന്നും അതറിയുന്ന നന്നായിരിക്കും തോന്നുന്നു. അല്ല, അതിനകത്ത് BJPക്കും ഈ RSSനും പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ സമയത്ത് അവിടെ എത്തിപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. നേരത്തെ ശബരിമലയിൽ ചില പ്രശ്നങ്ങളുടെ കാലത്ത് അവിടെ വിവാദ പേരുകൾ ചിലതുണ്ടായിരുന്നു. ആ കാര്യത്തിൽ അതെ, അത്തരം ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആലോചനയോടെ ചിലരവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും നമ്മൾ നോക്കുമ്പോൾ ആ കാര്യത്തിനല്ല ഞാൻ അന്ന് ആ ഘട്ടത്തിൽ പ്രാധാന്യം കൊടുത്തത്. ഈ ദേവസ്വം കമ്മിറ്റിയും മാധ്യമപ്രവർത്തകരും പരാതിപ്പെട്ടു. പോലീസിൻ്റെ ഭാഗത്ത് കൈകടന്ന നടപടികളുണ്ടായി, കടുത്ത നടപടികളുണ്ടായി എന്നുള്ളത്. അത് സാധാരണഗതിയിൽ വരാൻ പാടില്ല ഇത്തരം ഉത്സവം നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ആ പരാതി മുഖവിലക്കെടുത്ത് അവരെ മാറ്റി അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന വിവരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തുടർ നടപടികൾ നമുക്ക് സ്വീകരിക്കാം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നും. പക്ഷേ ആ സംശയത്തിലേക്കല്ല ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ പരാതി നല്ല നിലക്കെടുത്ത് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ദേവസ്വം തന്നെ ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. നല്ല ആരോഗ്യകരമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിന് നമുക്ക് നിൽക്കുന്നതാണ് ഇപ്പം നല്ലതെന്നാണ്. സിഎം മാധ്യമങ്ങളെ സിഎം നിശ്ചിതമായി വിമർശിക്കാറുണ്ട്. അങ്ങ് മാധ്യമ പരിലാളന കിട്ടിയ ഒരു നേതാവുമല്ല. ഈ തെരഞ്ഞെടുപ്പിലെ മാധ്യമങ്ങളുടെ ഇടപെടലിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതിനാണല്ലോ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ അനുഭവം പറഞ്ഞത്. തിരുവനന്തപുരത്തൊരു ഒരു സാമ്പിളാണ് ഇത്. പൊതുവിൽ കാണാൻ നമുക്ക് ദേശീയ തലത്തിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് അല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെടുത്താൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ സർവേ രീതികൾ അന്ന് നാട്ടിലുള്ള യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്തതാണ്. നേരത്തെ പെയ്ഡ് ന്യൂസിനെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള പെയ്ഡ് സർവേയുടെ കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായൊരു ചിത്രം തെറ്റായ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് തിരുവനന്തപുരത്തിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. മറ്റുള്ളിടത്തും അങ്ങനെയാണ്. ആ വാർത്തകൾ വിന്യസിക്കുന്ന രീതി കണ്ടാൽ ഈ UDFൻ്റെ ആൾക്കാർക്ക് വലിയ പ്രാമുഖ്യം, പിന്നെ BJPയുടെ ആൾക്കാർക്ക് പ്രാമുഖ്യം, അങ്ങനൊരു അവസ്ഥ പലയിടങ്ങളിലും കാണാൻ നമുക്ക് കഴിയും. എന്നാൽ വസ്തുത അതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ തന്നെ ഇതൊക്കെ തെളിഞ്ഞതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള ചില സർവേകൾ നമ്മൾ കണ്ടതാണ്. ആ സർവേയിൽ BJPക്ക് വരെ പിന്നെ 1ാം സ്ഥാനം കൊടുത്ത ചില മണ്ഡലങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. പക്ഷെ അനുഭവത്തിൽ നിന്നും ഒരു പാഠവും പഠിക്കില്ല എന്ന നില നമ്മുടെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. CM ഇപ്പം സർവേയെക്കുറിച്ച് പറഞ്ഞു. സർവേ ഫലങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. CM ഒരു മികച്ച സർവേ നടത്തുന്ന ആളാണെന്നുള്ള അറിയാം. കാരണം പലപ്പോഴും പറഞ്ഞത് ശരിയാവാറുണ്ട്. അങ്ങയുടെ കണക്ക് കൂട്ടലിൽ ഈ പ്രാവശ്യം ഒരു സീറ്റാണ് നേരത്തെ ഉണ്ടായിരുന്ന ഡിപ്പോസിറ്റ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുന്നണി മാറ്റത്തിലൂടെ 2ആയി മാറി. കേരളത്തിലെ ഇടതുമുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും? നല്ല മികച്ച വിജയം ഉണ്ടാവും. ഇപ്പം ഞാൻ സീറ്റിൻ്റെ എണ്ണം ഞാൻ ഏതായാലും പറയുന്നില്ല. പക്ഷേ മികച്ച വിജയം LDFനുണ്ടാവും. ഈ കേരളത്തിലെ ഒരു സീറ്റും ഒരു ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള നിലയിലല്ല ജനങ്ങളുടെ പ്രതികരണം. ഇപ്പോൾ
സാധാരണഗതിയിൽ LDF ജയിച്ചു വരുമെന്ന് സംശയിക്കുന്ന ചില സീറ്റുകൾ കാണുമല്ലോ. അതെ. അത്തരം സീറ്റുകളിൽ പൊന്നാനി പോലുള്ള പോലും പൊന്നാനി ആ കൂടുതലല്ല. ആ പൊന്നാനിയൊക്കെ ജയിച്ചു വരുന്ന സീറ്റായിട്ടാണ് മാറിയിട്ടില്ല. അപ്പോൾ അത്തരം സീറ്റുകളിൽ പോലും അഭൂതപൂർവമായ പ്രതികരണം ജനങ്ങളിൽ ഉണ്ടാവുകയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. ഈ CM-നോട് ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക്കായി ചോദിക്കാം, 2 അക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഒരു സംശയമില്ല. ഇനി അവസാനമായി ഈ തെരഞ്ഞെടുപ്പ് യാത്രയിൽ അങ്ങയുടെ മനസ്സിൽ തട്ടിയ നിരവധി സംഭവങ്ങളുണ്ടാവും, പലരും അങ്ങയെ കാണുന്നുണ്ടാവും. ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടി? അല്ല, എനിക്കിപ്പോൾ ഉള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. സാധാരണഗതിയിൽ ഈ പ്രായമുള്ള ചില ആൾക്കാർ, പ്രായമുള്ള സ്ത്രീകൾ, അവരൊക്കെ ഇടപെടുകയാണ്. പെൻഷൻ മുടങ്ങി എന്നുള്ള ആക്ഷേപമുണ്ട്. നേരത്തെ മാവേലി സ്റ്റോറിന്റെ റാക്ക് കാലിയാണെന്ന ആക്ഷേപമുണ്ട്, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന ആക്ഷേപമുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് വേണം. പക്ഷേ അതൊന്നുമല്ല ആളുകളുടെ മനസ്സിൽ. അതിനൊക്കെ കാരണം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു. നമ്മുടെ കേരളത്തിന് ലഭിക്കേണ്ട പണം പൂർണ്ണമായിട്ട് തടയുന്ന അവസ്ഥ വന്നപ്പോൾ അത് ചില മുടക്കങ്ങൾ ഇവിടെ വന്നു എന്നവർക്കറിയാം. എന്നാൽ അതിൻ്റെ അവസരം വന്ന ഉടനെ തന്നെ ആ പണം കൊടുക്കുന്ന നിലയും ഉണ്ടായി. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എപ്പോഴും അവരുടെ കൂടെയുണ്ട് എന്നാണ് പാവപ്പെട്ടവർ എല്ലാ കാലത്തും ചിന്തിക്കുന്നത്. ഈ യാത്രയുടെ ഘട്ടത്തിൽ കണ്ട അനുഭവം എടുത്താൽ ഓരോ സ്ഥലത്തും പ്രായമായ സ്ത്രീകൾ അവർ കാണിക്കുന്ന ആ സ്നേഹ വായ്പ് അത് എല്ലാ വിഭാഗവും ഉണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമല്ല. എല്ലാ വിഭാഗത്തിലുള്ളവരും വലിയ സ്നേഹ വായ്പാണ് കാണിക്കുന്നത്. ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് കൂടുതൽ എന്തെങ്കിലും ഈ CAA-ക്ക് ശേഷം അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടോ? ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അത് പൊതുവിലുള്ളതാണ്. പൊതുവിൽ ഈ നാം കാണേണ്ടത് വല്ലാത്ത ആശങ്കയിൽ കഴിയുന്ന ഒരു വിഭാഗം, ആ ആശങ്കയിൽ അവരെ ഒറ്റപ്പെടുത്താതെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു സന്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായി അവരിലുണ്ടാകുന്ന ആരോഗ്യകരമായ പ്രതികരണം ഉണ്ടല്ലോ. ആ പ്രതികരണം അവരുടെ മുഖങ്ങളിലെല്ലാം കാണാം, അത് എല്ലാ സ്ഥലത്തും കാണാം. പ്രത്യേകിച്ച് സ്ത്രീകളെ തന്നെയാണ് ഞാൻ പറയുന്നത്. സ്ത്രീകളുടെ മുഖത്ത് നല്ല തെളിഞ്ഞ മുഖമായിട്ട് അവരിയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് എന്ന നിലപാടോടുകൂടി. അപ്പം ഭരണവിരുദ്ധ വികാരം തീരെയില്ല, എവിടെയില്ല. അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ നേതൃത്വത്തിൽ വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി. കറക്റ്റ് സമയത്ത് പിണറായി വിജയൻ 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖമാണ് പ്രേക്ഷകർ കണ്ടത്. കേന്ദ്ര ഏജൻസികൾ കുടുംബത്തെ അടക്കം വേട്ടയാടിയത്, CAA-യുമായി ബന്ധപ്പെട്ട് രാഹുലിനെ വിമർശിക്കേണ്ടി വന്ന സാഹചര്യം, ലീഗുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സമസ്തയും ലീഗുമായി ബന്ധം മോശമായതിൻ്റെ സാഹചര്യം എന്നത് സംബന്ധിച്ച വിശദീകരണം, കൂടാതെ ഈ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തടസ്സങ്ങളിൽ RSSൻ്റെയും BJP-യുടെയും പങ്കാളിത്തമുണ്ടോ എന്ന സംശയം, ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി 24 അനുവദിച്ച ഈ പ്രത്യേക അഭിമുഖത്തിൽ.